വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ നേതാവിനെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കൊട്ടാരക്കര റൂറൽ എസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് സംയമനം പാലിച്ചതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര റൂറൽ എസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ നേതാവ് അഞ്ചൽ സജ്ജാദിനെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചന്തമുക്കിൽ മിനർവ തിയേറ്ററിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. മുദ്രാവാക്യം വിളികളുമായി ആവേശത്തോടെ എത്തിയ പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന കല്ലുകൾ പോലീസിന് നേരെ എറിഞ്ഞു. മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും പ്രകടനത്തിന്റെ പിന്നിൽ നിന്നും വീണ്ടും കല്ലേറുണ്ടായി. തൊട്ടടുത്ത കടയുടെ മുകളിലെ നിലയിൽ നിലയുറപ്പിച്ചിരുന്ന പോലീസിന് നേരെയും കല്ലേറുണ്ടായി. എന്നാൽ പോലീസ് തികച്ചും സംയമനം പാലിച്ച് നിലകൊണ്ടതിനാൽ സംഘർഷത്തിലേക്ക് എത്തിയില്ല. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് കല്ലേറിൽ നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന യോഗം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പോലീസിൽ നിന്നും ചീഫ് സെക്രട്ടറിക്കുണ്ടായ അനുഭവം നാളെ ആഭ്യന്തരമന്ത്രിക്കും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ കൊട്ടാരക്കര റൂറൽ എസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഒരു SP ചീഫ് സെക്രട്ടറിയുടെ റൂമിലേക്ക് ചെന്നു. ചീഫ് സെക്രട്ടറി ജയകുമാറിന്റെ റൂമിൽ ചെന്നിട്ട് SP രഘുവർമ്മ, അയാളും SP ആണല്ലോ, രഘുവർമ്മ ആ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇപ്പം അറസ്റ്റ് ചെയ്യും. അപ്പൊ ചീഫ് സെക്രട്ടറി തന്നെ ഞെട്ടിപ്പോയി. ഇതെന്ത് കഥ? അയാളോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിങ്ങൾ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി, നിങ്ങൾ ഉടനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന്. ഒരു SP ഈ നിലയിൽ ചീഫ് സെക്രട്ടറിയോട് അടുത്ത് പോയിട്ട് പറഞ്ഞ സംഭവം ഈ കേരളത്തിന്